ശബരിമല വിധി കൊണ്ടുവന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള എളുപ്പ വഴിക്ക് എന്താ ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ യൂണിഫോം സിവിൽ കോഡ് ശബരിമലയിൽ സ്ത്രീകൾ ശബരിമലയിൽ സ്ത്രീകൾ കയറാതിരുന്നാൽ യൂണിഫോം സിവിൽ കോഡ് ഈ സംഘപരിവാർ സംഘടനകൾക്ക് ക്ഷണമില്ല എന്നുള്ളതായിരുന്നോ പ്രശ്നം? ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ പ്രാതിനിധ്യം സംഘപരിവാർ സംഘടനകൾക്കില്ല എന്നതായിരുന്നോ പ്രശ്നം എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാർ നടത്തരുത്, എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും ക്ലാരിറ്റി വരുത്തണം എന്ന് പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഒന്ന്, സർക്കാർ ഇത് നടത്തുന്നത് ആസൂത്രിതമായൊരു ശ്രമമാണ്. ക്ഷേത്രങ്ങൾ സമഗ്രാധിപത്യത്തിലേക്ക്, സർക്കാരിൻ്റെ CPMന്റെ സമഗ്രാധിപത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് കുറെ വർഷങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഭക്തജന സംഘടനകളെ ഒഴിവാക്കുക, അവിടെ നിന്ന് ഹൈന്ദവ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതിനെ മുഴുവൻ ഒഴിവാക്കി പാർട്ടി കൊടികൾ അവിടെ പാറിക്കുന്ന തരത്തിൽ പാർട്ടി നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കൊണ്ടുവരിക, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രചരണത്തിന് ക്ഷേത്രങ്ങളുടെ വേദികളായിട്ട് മാറ്റുക. ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവിൽ നമ്മൾ കണ്ടില്ലേ, ഈ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ നമ്മൾ കണ്ടില്ലേ. അപ്പൊ ഇതെല്ലാം ക്ഷേത്രങ്ങളെ പിടിച്ചടക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് സർക്കാർ നേരിട്ട് വിശ്വാസികളെ വിളിക്കുന്നതിന്റെ കാരണം. ദേവസ്വം ബോർഡ് വിളിച്ചാൽ ഇത്രയും പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അതൊന്ന്. രണ്ട്, ഇവിടെ ഇപ്പൊ നേരത്തെ ശ്രീ ജിനീഷ് കുമാറും അതേപോലെ ജിൻഡോയും പറയുണ്ടായി കേസ് പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച്. ഞാൻ ചോദിക്കുന്നത്, ജിനീഷ് കുമാർ പറയുന്നത് കേസ് പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് എന്തോ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ കേസാണ്. ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ കേസാണോ ശശികല ടീച്ചറുടെ പേരിൽ 1000-ഓളം കേസുകൾ? ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ കേസാണോ TP സെൻകുമാറിന്റെ പേരിലുള്ള കേസ് 1000-ഓളം കേസുകൾ? SCR കുമാറിന്റെ, എന്റെ പേരിൽ ഞാൻ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ആളാണ്. ശബരിമല യുവതി ആ അഭിപ്രായം നിലനിർത്തുന്ന ഒരാളുമാണ് ഞാൻ. ആ അഭിപ്രായത്തിലൊന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ സംഘടന ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ നിൽക്കുന്നത് അത് വേറെ വിഷയം. അതൊരു അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റവും ഞാൻ ഇന്നും വരുത്തിയിട്ടില്ല. പക്ഷെ എൻ്റെ പേരിൽ 500 കേസുകളുണ്ട്. ഞാനൊരു സമരത്തിന് പോയിട്ടില്ല. എൻ്റെ പേരിലുണ്ട് 500-ഓളം കേസുകൾ. അപ്പോ കേസുകൾ ചുമത്തിയിരിക്കുന്നത് ആസൂത്രിതമായിട്ട് ഈ സംഘപരിവാർ ഈ കോസിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളെ മുഴുവനും കേസിൽ പെടുത്തുകയാണ്. ഇവിടെ ജിൻഡോ പറയണ്ടായിരുന്നു CAA പ്രക്ഷോഭത്തിന്റെ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് CAA പ്രക്ഷോഭത്തിനും അതും ക്രിമിനൽ ആക്ടിവിറ്റി ആണല്ലോ, നിയമപരമായിട്ടും കേസെടുക്കേണ്ട കാര്യമാണല്ലോ. അത് പിൻവലിക്കുന്നു, ഇത് പിൻവലിക്കാതിരിക്കണതിന്റെ യുക്തി എന്താണ്? കേസിന്റെ മെറിറ്റ് അവിടെ നിൽക്കട്ടെ. ഒന്ന്. രണ്ട്, ജിൻഡോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം കേസിലെ പ്രതികളുടെ കേസ് മുഴുവൻ പിൻവലിച്ചത്? പോലീസ് സ്റ്റേഷൻ കത്തിച്ച കേസല്ലേ, പോലീസ് ജീപ്പ് കത്തിച്ച കേസല്ലേ, 32 പോലീസുകാരെ കാലും തല്ലും കൈയും തല്ലി ഓടിച്ച കേസല്ലേ? എന്തിനാണ് നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ട് വയനാട് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ച് അവിടുത്തെ ഫോറസ്റ്റ് ജീപ്പ് കത്തിച്ച കേസുകൾ മുഴുവൻ പിൻവലിച്ചത്? പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ലേ പിൻവലിച്ചത്? എന്താ അതിന്റെ കാര്യം? അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കേസുകളൊക്കെ നിങ്ങൾ പിൻവലിക്കും. എന്തുകൊണ്ടാണ് ഇത് പിൻവലിക്കാത്തതെന്ന് വെച്ചാൽ ഇത് ഹിന്ദു താല്പര്യത്തിനനുസൃതമായിട്ട് ആ ഹിന്ദു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ കേസാ. ആ കേസിനോടുള്ള സർക്കാരിന്റെ നിലപാടാണ്, സർക്കാരിന്റെ കാപട്യമാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത്. മറ്റു മതവിഭാഗങ്ങളുടെ കേസുകളിൽ സർക്കാർ എടുക്കുന്ന നിലപാട് ഈ ഒരു വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹം നടത്തിയ കേസിൽ വ്യത്യസ്തമായ നിലപാട്. ഈ നിലപാട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരാണ് കേരളീയരെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങ് ഈ ചർച്ചയിലും ഇതിനു മുൻപും വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് ഈ ഹിന്ദുത്വ സംഘടനകളുടെയും സംഘപരിവാർ സംഘടനകളിൽ നിന്ന് വിരുദ്ധമായ അഭിപ്രായമാണ് എന്നുള്ളത്. അങ്ങ് ഈ ചർച്ചയിലും ഇതിനു മുൻപും വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ഈ ചർച്ചയിലും അങ്ങ് നമുക്കറിയാം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ തുടക്കം എവിടെ നിന്നാണ് എന്നതുപോലെ നമുക്കറിയാം. എന്നിട്ട് അങ്ങ് ഈ ചർച്ചയിൽ പറയുകയാണ് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഈ കേസുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള. പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അങ്ങയുടെ അഭിപ്രായത്തിനും ഈ കേസുകളുടെ തുടക്കം മുതലുള്ള പരിവാർ സംഘടനകളുടെ അഭിപ്രായത്തിനും വ്യത്യസ്തമായ ചില നിലപാടുകൾ നേരത്തെ ജനീഷ് കുമാർ പറഞ്ഞതുപോലെ ഇവിടുത്തെ സുവർണാവസരം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉണ്ടാകുന്നത് എന്ന് പിന്നീട് ഇതര രാഷ്ട്രീയ ചേരിയിൽ നിന്ന് വിമർശനം ഉന്നയിക്കപ്പെട്ട ആശയങ്ങളിൽ നിന്ന്. അപ്പോൾ അങ്ങേക്കുള്ള അഭിപ്രായം ശബരിമല ആചാരത്തിന് വിരുദ്ധമായ അഭിപ്രായമാണ് എന്നാണോ അങ്ങ് പറഞ്ഞു വന്നത്? അങ്ങനെയാണ് എങ്കിൽ ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴത്തെ നിലപാടെടുക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത് എങ്ങനെയാണ് അങ്ങ് ഇരിക്കുക? മധു, ഒരു വിഷയം മധു ഈ അവതരിപ്പിക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ അവതരിപ്പിക്കരുത്.
എന്താണ് ശബരിമല വിഷയത്തിലെ ഇത്തരം പ്രൊവക്കേഷന് മുഴുവൻ കാരണം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന്? എന്തായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ ആദ്യത്തെ അഭിപ്രായം? എന്തായിരുന്നു? സുപ്രീം കോടതി വിധി വന്നു, ഓക്കെ, സുപ്രീം കോടതി വിധി ഒരു ഡയറക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സുപ്രീം കോടതി വിധി അവിടെ കയറാം, സ്ത്രീകൾക്ക് കയറാം, ഒരു ഉത്തരവ് വന്നു. കയറ്റണം എന്നാണോ? അല്ല, കയറാം. കയറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ ആസൂത്രിതമായി പ്രവർത്തിച്ചു. അത് ഒരു പ്രൊവക്കേഷനാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഹൈന്ദവ സംഘടനകളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഈ വിധി നടപ്പാക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും ആചാര്യന്മാരും സന്യാസിമാരും ഒക്കെ ആയിട്ട് കൂടിയാലോചിക്കണം, ഇതൊരു വൈകാരിക പ്രശ്നമാണ്, അത്തരത്തിലുള്ള ഒരു അവധാനത സർക്കാർ കാണിക്കണം എന്ന് ഹൈന്ദവ സംഘടനകളുടെ അഭിപ്രായം അതായിരുന്നില്ലേ? സർക്കാർ എന്താ ചെയ്തത്? വാശിയോടുകൂടി ഇത് കയറ്റിയേ പറ്റൂ. സർക്കാർ വാശിയോടുകൂടി അത് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ ഈ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറിയത്? രഹാന ഫാത്തിമയെ കൊണ്ടുവന്നതാരാ? 300ഓളം പോലീസുകാരുടെ പ്രൊട്ടക്ഷനോടുകൂടിയല്ലേ രഹാന ഫാത്തിമ വന്നത്? രഹാന ഫാത്തിമ എന്താ വിശ്വാസിയായിരുന്നോ? ബിന്ദു അമ്മണി എന്താ വിശ്വാസിയായിരുന്നോ? കനകദുർഗ എന്താ വിശ്വാസിയായിരുന്നോ? ഏതടിസ്ഥാനത്തിലാണ് രാത്രിക്ക് രാത്രി അവിടെ ഈ സ്ത്രീകളെ കയറ്റിയത്? രാത്രിക്ക് രാത്രി ഇത്തരത്തിൽ വന്നപ്പോഴാണ് വിശ്വാസികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണല്ലോ CPM-ന് മാപ്പ് പറയേണ്ടി വന്നത് പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ആഡ് ചെയ്തോട്ടെ. കേരളത്തിലെ ഹിന്ദു സംഘടനകളുടെ അഭിപ്രായം കലികാലം തീരുന്നവരെ ശബരിമല യുവതികളെ കേറ്റില്ല, ഒരവധാനതയില്ല. ഇത് രാഹുൽ ഈശ്വറിന് മാത്രമൊന്നുമല്ല, NSS അടക്കമുള്ള എല്ലാ സംഘടനയും നിലപാടാണ്. ഞങ്ങൾ നിലപാട് കാണും. കലികാലം തീർന്നാലും ശബരിമല യുവതികൾ കേറില്ല, അങ്ങനെ ആരും ചിന്തിക്കണ്ട. അങ്ങനെ ഒരു നിലപാട് കേരളത്തിലുള്ള ഒരു ഹിന്ദു സംഘടനയ്ക്കില്ല. ഇനി ഒരു കാര്യം കൂടി, ഇത് എനിക്ക് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലുള്ള പൂജനീയ സംഘചാലക് മോഹൻ ഭഗവത്ജിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്ത അങ്ങനെ ഒരു നിലപാടില്ല. കലികാലം തീർന്നാലും രാഹുൽ ഈശ്വർ കുറെ നാളായിട്ട് പറയുന്നുണ്ട് ശബരിമല വിധി കൊണ്ടുവന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള എളുപ്പ വഴിക്ക് ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ യൂണിഫോം സിവിൽ കോഡ് ശബരിമലയിൽ സ്ത്രീകൾ യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾ ഇനി സ്വപ്നം കാണണ്ട. നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി നിങ്ങൾ എത്ര PDP-ക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തിയാലും ഇവിടെ യൂണിഫോം അത് വരുത്താനുള്ള ചങ്കൂറ്റമുള്ള പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കും. നിങ്ങൾ അവിടെ പോയി പൊന്നാനി പോയി എന്നിട്ട് എന്തായി CIA പ്രക്ഷോഭം? നിങ്ങൾ വ്യാപകമായി കള്ളം പ്രചരിപ്പിച്ചില്ലേ? പുറത്താക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ കള്ളം പ്രചരിപ്പിച്ചില്ലേ? ശരി ഞാൻ ഇടപെടുകയാണ്. അതിലൊരു ശ്രീ RV ബാബു പറഞ്ഞതിലൊരു കാര്യമുള്ളത്, സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞിട്ട് സംഘടനകളുമായി കൂടിയാലോചന നടത്തി നടപ്പിലാക്കണം എന്നൊക്കെയാണ്. അങ്ങനെ ഒരു സ്ഥാനം NSS ഉണ്ടോന്നുള്ളതല്ല, ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എന്നുള്ളതാണ്. ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറയേണ്ടതാണ്. അതിനുശേഷം സംഘടനകൾ കൂടി ചേർന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനമല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ബോധ്യം.